നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു മധുരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പുഡിംഗ് ആണ്. അപ്പോൾ ഈ പുഡിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പണ്ടൊക്കെ പുഡിംഗ് നോക്കുമ്പോൾ അയ്യോ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുക എങ്ങനെയാണ്, അത് ഉണ്ടാക്കിയാൽ ശരിയാവോ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല. എല്ലാവരും പുഡിങ്ങൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമ്മളെന്തായാലും മെയിനായിട്ടുള്ള ബിരിയാണിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിലും എന്തെങ്കിലും ഒരു ഡെസേർട്ട് വേണമല്ലോ. അപ്പം കൂടുതൽ പേരും ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ പുഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഈ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ഇല്ലാതെ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് നോക്കാം അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിസ്ക്കറ്റ് വേണം. ഞാനൊരു 6 ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 3 എണ്ണം നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ പാല്, നമ്മളൊരു 1/2 ലിറ്റർ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര, അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റാർഡ് പൗഡർ വേണം ഒരു 3 ടേബിൾ സ്പൂൺ. പിന്നെ ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇതിൻ്റെ കൂടെ നമ്മൾ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ഒരു പാൻ എടുത്ത് ചൂടാക്കി ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നല്ല പോലെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നെയ്യിൽ. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ. ഇത് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇത് അതുപോലെ ആയിട്ടുണ്ട്. നെയ്യുടെ കൂടെ ആയി നല്ല വഴറ്റിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളെടുത്ത് വെച്ച പാലുണ്ടല്ലോ, 1/2 ലിറ്റർ പാല്, അത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കസ്റ്റാർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് കുറച്ച് പാല് ചേർത്ത് ഇളക്കി വെക്കുകയാണ്. കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ളൊരു 3 ബിസ്ക്കറ്റ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നെയ്യിൽ വാട്ടി വെച്ച ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ക്യാരറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, ലാസ്റ്റ് മേലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം കുറച്ചുകൂടെ കട്ടിയായി മാറും. ഇത് നല്ലപോലെ ഇളക്കി അപ്പോൾ ഒന്ന് കട്ടിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്, അതിൽ നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തട്ടി ലെവലാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ബിസ്ക്കറ്റ് പൊടിച്ചതും അതുപോലെ തന്നെ ക്യാരറ്റ് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചതും അതുപോലെ ക്യാരറ്റൊക്കെ ചെയ്തിട്ട് പറ്റുന്ന വിധത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഒന്ന് ചൂട് വിട്ടതിന് ശേഷം ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ബാക്കി ബിസ്ക്കറ്റ് പൊടിച്ചതുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി
അതിനുശേഷം സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ബിസ്ക്കറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു ക്യാരറ്റും അതുപോലെ ബിസ്ക്കറ്റും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.